എന്നെ കാത്തിരിക്കുന്ന കാരുണ്യമേ, എന്നെ ഓർത്തിരിക്കുന്ന പൊൻസ്നേഹമേ, സത്യമാ സക്രാരിയിൽ നിത്യമാ തിരുഭോജ്യമാ, എൻ്റെ നാവിലലിയുന്ന കൂദാശയെ നിനക്കേകുന്നു എൻ മാനസം. എന്നെ കാത്തിരിക്കുന്ന കാരുണ്യമേ, എന്നെ ഓർത്തിരിക്കുന്ന പൊൻസ്നേഹമേ, സത്യമാ സക്രാരിയിൽ നിത്യമാ തിരുഭോജ്യമാ, എൻ്റെ നാവിലലിയുന്ന കൂദാശയെ നിനക്കേകുന്നു എൻ മാനസം. എന്നും അണയേണമേ, എന്നിലലിയണമേ, ഉള്ളിൽ നിറയണമേ, അങ്ങു വളരണമേ. എന്നും അണയേണമേ, എന്നിലലിയണമേ, ഉള്ളിൽ നിറയണമേ, അങ്ങു വളരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ, മനുഷ്യനോട് ഒപ്പമായി തീരുവാൻ അപ്പമായി തീർന്ന ഞങ്ങളുടെ പൊന്നീശോയെ, ഓരോ പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയായി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്നുകൊണ്ടിരിക്കുന്ന ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം, ഉയർത്തെഴുന്നേറ്റ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുവാനും വളരുവാനും ഫലം ചൂടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോയെ, സർവശക്തിയോടുകൂടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ, സർവശക്തിയോടും കൂടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. ആരാധന 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 യേശുനാഥ, ആരാധന 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 യേശുനാഥ. മിശിഹായില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ ഉയർപ്പിനു ശേഷം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന ഭാഗം വിവരിക്കുന്നുണ്ട്. 20-ാമത്തെ അധ്യായത്തിൽ ഈശോ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് ഈശോ മറിയത്തോട് ചോദിക്കുകയാണ്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? മഗ്ദലന മറിയം എന്തിനാണ് കരയുന്നത്? കാരണം അവളുടെ നാഥൻ, അവളുടെ ദൈവം കല്ലറയിലില്ല.
അവൻ ഉയർത്തെഴുന്നേറ്റ കാര്യം മഗ്ദലന മറിയം അറിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഈശോ ഉയർത്തെഴുന്നേറ്റു, ഈശോ മരണത്തെ കീഴടക്കി എന്ന് അറിയാതെ ജീവിക്കുന്ന ഒത്തിരിയേറെ പേർ ഇന്ന് ലോകത്തിലുണ്ട്. ഒരിക്കൽ ജർമ്മനിയുടെ തെരുവുകളിലൂടെ നീറ്റ്ഷെ എന്ന് പറയുന്ന ക്രിസ്തുമതത്തെ ഒത്തിരിയേറെ അവഹേളിച്ച, ദൈവത്തെ ഒത്തിരിയേറെ അവഹേളിച്ച നീറ്റ്ഷെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജർമ്മനിയിലെ തെരുവുകളിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു: ദേവാലയത്തിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന ക്രൈസ്തവ സ്ത്രീകളെ കണ്ടാൽ അവർ ശവമടക്കിന് പോയിട്ട് വരുന്നതാണ് എന്ന് തോന്നും. കാരണം എന്താണ്? അവരുടെ മുഖം വേദനാജനകമാണ്. അവരുടെ മുഖം മ്ലാനത കെട്ടിനിൽക്കുന്ന മുഖമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ധ്യാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിനപ്പുറം ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെയും ധ്യാനിക്കണമെന്ന് പങ്കുവയ്ക്കുവാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഉത്ഥിതനായ ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്കറിയാം. വിശുദ്ധ പൗലോസ്ലീഹ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ എഴുതിയ ഒന്നാമത്തെ ലേഖനം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം തന്നെ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്, ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നൽകുന്ന പാഠം എന്താണ്? ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്നുള്ളത് ക്രിസ്തു മരണത്തെ കീഴടക്കി എന്നാണ്. ക്രിസ്തു ലോകത്തിലുള്ള സകലത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാണ്. അവസാനം മരണത്തെയും ഈശോ കീഴടക്കി എന്നുള്ളതാണ്. കൊരിന്ത്യർക്കെഴുതിയ എഴുതിയ 1-ാം ലേഖനം 26-ാമത്തെ അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുകയാണ്: മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ക്രൈസ്തവർക്ക്, ക്രിസ്ത്യാനികൾക്ക്, ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിതത്തിൽ നിരാശപ്പെടുവാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ നാഥൻ എല്ലാറ്റിൻ്റെയും അധിപനാണ്. ക്രൈസ്തവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിരാശപ്പെടുവാൻ അവകാശമില്ല. അവർക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, വേദന നിറഞ്ഞ അനുഭവങ്ങളുണ്ടാകും. പക്ഷേ അവർക്ക് നിരാശപ്പെടുവാൻ അവകാശമില്ല. ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നുപോയ ഒത്തിരി വ്യക്തികളെ നാം ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ ഉദാഹരണമെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ജോസഫാണ്. വളരെ ചെറിയ പ്രായത്തിലെ ജോസഫ് സ്വന്തം സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു. തുടർന്ന് ജോസഫിനെ ഈജിപ്തിലെ വ്യാപാരികൾക്ക് അടിമയായിട്ട് വിറ്റു. വർഷങ്ങളോളം പൊത്തിഫർ എന്ന് പറയുന്ന മനുഷ്യന്റെ കീഴിൽ ജോസഫ് അടിമവേല ചെയ്തു. പിന്നീട് ഈ ജോസഫിനെ പൊത്തിഫർ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ, അതും അപമാനമുളവാക്കുന്ന ഒരു തെറ്റിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കുന്നു. പിന്നീട് വർഷങ്ങളോളം ജയിൽവാസത്തിൽ കഴിയുന്നു. എന്നിട്ടും പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം: ജോസഫ് ഒരിക്കലും നിരാശപ്പെട്ടില്ല. ജോസഫ് ഒരിക്കലും നിരാശപ്പെട്ടില്ല. ജോസഫ് ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞില്ല. ജോസഫ് ഒരിക്കലും തൻ്റെ ഭൂതകാലത്തേക്ക് നോക്കി സങ്കടപ്പെട്ടിരുന്നില്ല.
അദ്ദേഹം പ്രത്യാശയുടെ മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടായി, വേദനകളുണ്ടായി, പക്ഷേ നിരാശപ്പെട്ടില്ല. നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ദുഃഖങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ നിരാശപ്പെടുവാൻ വിസമ്മതിക്കുക, നിരാശപ്പെട്ട് ജീവിക്കുവാൻ വിസമ്മതിക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയ ഒരു വ്യക്തിയെ പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. അത് ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീയാണ്. ഹാഗാർ എന്ന സ്ത്രീ അബ്രഹത്തിന്റെ വീട്ടിലെ അടിമ സ്ത്രീയായിരുന്നു. അബ്രഹത്തിനും സാറയ്ക്കും കുഞ്ഞുങ്ങളുണ്ടാകാതെ വന്ന സാഹചര്യത്തിൽ ഹാഗാറിൽ നിന്നും കുഞ്ഞിനെ ജനിപ്പിക്കുവാനുള്ള തീരുമാനമുണ്ടാകുന്ന സാഹചര്യത്തിൽ അവളുടെ ഉദരത്തിൽ ഒരു ശിശു രൂപപ്പെട്ടു വരുന്ന സമയത്ത് സാറ ഒത്തിരിയേറെ ദ്രോഹപ്രവർത്തികൾ ഹാഗാറിനോട് ചെയ്യുകയും അതിൽ വേദനിച്ച് നിരാശപ്പെട്ട് ഹാഗാർ മരുഭൂമിയിലേക്ക് ഒളിച്ചോടിപ്പോവുകയും ചെയ്യുന്ന സംഭവം നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. മരുഭൂമിയുടെ ഏകാന്തതയിലൂടെ, ചുട്ടുപൊള്ളുന്ന വേനലിലൂടെ ഹാഗാർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസരത്തിൽ ദൈവം ഹാഗാറിനെ വിളിച്ച് പറയുന്ന വാക്യം എന്താണ് എന്ന് വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഹാഗാർ, നീ മടങ്ങിപ്പോവുക. ഹാഗാർ, നീ നിന്റെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയല്ല വേണ്ടത്, മറിച്ച് നിന്റെ പ്രശ്നങ്ങളെ നേരിടുവാൻ നീ മടങ്ങിപ്പോവുക. നീ നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിലേക്ക് പോവുക. കാരണം നിന്റെ വേദനകൾക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്ത ഒരു വ്യക്തിയല്ല ദൈവമെന്ന് പറയുന്നത്. നിന്റെ തകർന്നു പോയ ജീവിതത്തെ പണിതുയർത്തുവാൻ ശേഷിയില്ലാത്ത വ്യക്തിയല്ല ദൈവമെന്ന് പറയുന്നത്. ഹാഗാറിൻ്റെ ജീവിതത്തെ പുനരുദ്ധരിക്കുവാനും സംരക്ഷിക്കുവാനും പണിതുയർത്തുവാനും ദൈവത്തിന് സാധിക്കുമെന്ന് ദൈവം പറഞ്ഞു വയ്ക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലാസർ എന്ന് പറഞ്ഞ മനുഷ്യൻ കഠിനമായ രോഗത്തിലൂടെ കടന്നുപോയി അവസാനം മരണമടയുന്ന സംഭവം നാം വായിക്കുന്നുണ്ട്. ലാസർ മരണമടഞ്ഞ് എല്ലാവരും ദുഃഖാർത്തരായി ലാസറിന്റെ കഠിനമായ രോഗത്തിലും അതിനുശേഷം മരണത്തിലും ദുഃഖാർത്തരായിരിക്കുമ്പോൾ 4 ദിവസത്തിന് ശേഷം ഈശോ അങ്ങോട്ട് കടന്നു വരുന്നത് മരണമടഞ്ഞ ലാസറിന് ഒപ്പീസ് ചെല്ലാനല്ല എന്ന് നമുക്കറിയാം. ഈശോ കടന്നു വരുന്നത് ലാസറിനെ ഉയർപ്പിക്കുവാനാണ്, ലാസറിന് പുനർജീവനം കൊടുക്കുവാനാണ്, ലാസറിന് പ്രതീക്ഷ കൊടുക്കുവാനാണ്. പ്രിയമുള്ളവരെ, ഉത്ഥിതനായ മിശിഹായിൽ വിശ്വസിക്കുന്നവരാണ് നാം. ഉത്ഥിതനായ മിശിഹായിൽ പ്രത്യാശ വയ്ക്കുന്നവരാണ് നാം. ലോകത്തിലുള്ള സകലത്തിനുമേൽ ആധിപത്യമുള്ള മിശിഹായിൽ വിശ്വസിക്കുന്നവരാണ് നാം. ഹാഗാറിനോട് മടങ്ങിപ്പോകുവാൻ പറഞ്ഞ ദൈവം, പ്രതിസന്ധികളിലേക്ക് തിരികെ പോകുവാൻ പറഞ്ഞ ദൈവം, പ്രത്യാശ പകർന്നു കൊടുത്ത ദൈവം, ജോസഫിനെ എടുത്തുയർത്തിയ ദൈവം, ലാസറിനെ ഉയർപ്പിച്ച ദൈവം, തളർവാദ രോഗിയെ കൈപിടിച്ചുയർത്തിയ ദൈവം, അതാണ് നമ്മുടെ ദൈവം. മരണത്തിനുമേലും ജീവിതത്തിനുമേലും കാറ്റിനും കടലിനും മേൽ ആധിപത്യമുള്ള ദൈവം. ഈ ആരാധനയുടെ വേളയിൽ ജീവിതത്തിൽ വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളുമായി നിൽക്കുന്ന മനുഷ്യർ, എല്ലാറ്റിൻ്റെ മേൽ അധികാരമുള്ള ഉയർത്തെഴുന്നേറ്റ വിശുദ്ധ കുർബാനയായി നമ്മുടെ മുൻപിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ ഈശോയോട്, കർത്താവേ, വേദനിക്കുന്ന, നൊമ്പരപ്പെടുന്ന, പ്രതിസന്ധികളിൽ നിന്നും ഓടിയൊളിക്കുന്ന എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു ഗാനം ആലപിച്ച് ഈശോയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പൂർണ്ണ മനസ്സോടും
പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. വിശുദ്ധ കുർബാന എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോയെ, അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, ഈശോയെ, ജീവിതത്തിൻ്റെ വേദനകളിൽ നിന്ന് ഒളിച്ചോടിയ ഹാഗാറിനോട് നീ നിന്റെ വേദനകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും പ്രയാസങ്ങളുടെ നടുവിലേക്കും മടിച്ചു നിൽക്കാതെ ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോകുവാനും അങ്ങയിൽ നിന്ന് അകന്നു പോകുവാനും ഞങ്ങൾക്കിടയായിട്ടുണ്ട്. കർത്താവേ, സങ്കീർത്തനം 35:10 ഇപ്രകാരം പറയുന്നല്ലോ: സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എങ്കിലും കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവ് വരികയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എങ്കിലും കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവ് വരികയില്ല. ഈശോയെ, ഞങ്ങളുടെ തകർന്നുപോയ ജീവിതത്തെ, ഞങ്ങളുടെ അടഞ്ഞുപോയ വാതിലുകളെ തുറക്കാൻ സാധിക്കാത്തവനല്ല അവിടുന്ന്. തകർന്നുപോയ ജീവിതത്തെ പണിതുയർത്തുവാൻ സാധിക്കുന്നവനാണ് അവിടുന്ന്. മരണത്തെ അതിജീവിച്ചവനാണ് അവിടുന്ന്. കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും അധികാരമുള്ളവനാണ് അവിടുന്ന്. പാപത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് അവിടുന്ന്. രോഗങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ് അവിടുന്ന്. ഈശോയെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികളെ സമർപ്പിക്കുന്നു. ഈശോയെ, കടബാധ്യത മൂലം കഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യരെയും സമർപ്പിക്കുന്നു. ഈശോയെ, മുന്നോട്ടു പോകാൻ വഴി കാണാതെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിരാശപ്പെട്ടു ജീവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ ഓർക്കുന്നു. ഈശോയെ, വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. സാമ്പത്തിക ക്ലേശം മൂലം വേദന അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈശോയെ, തളർവാദ രോഗിയെ കൈപിടിച്ച് ഉയർത്തിയ ഈശോയെ, അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിച്ച രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തോട് ചേർന്നുകൊണ്ട് ഈശോയെ സൗഖ്യപ്പെടുത്തണമേ, സ്പർശിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കർത്താവേ ആരാധന, ആരാധന. ഈശോയെ, തകർന്നുപോയ ജീവിതങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവേ, തകർന്നുപോയ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവേ, തളർന്നുപോയ ഹൃദയങ്ങൾക്ക് ബലം പകർന്നു കൊടുക്കുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
ഈശോയെ സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. സിംഹക്കുട്ടികൾ വിശന്നു വലഞ്ഞേക്കാം എങ്കിലും, ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എങ്കിലും കർത്താവിനെ ആശ്രയിക്കുന്നവർക്കൊന്നിനും കുറവ് വരികയില്ല എന്ന് പറഞ്ഞ ഈശോയെ ആരാധന. യേശുവേ സ്തുതി 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 സ്തുതി. യേശുവേ സ്തോത്രം കർത്താവേ ആരാധന. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.